ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്രയോട് ആര്യം പറയാണ്, ഈ സ്വർണത്തിൻ്റെ അവകാശം നമുക്ക് രണ്ടു പേർക്കും ഇല്ല. നിൻ്റെ അച്ഛനും അമ്മയും നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതാണ്. അതുകൊണ്ട് നമുക്കതിന് യാതൊരു അവകാശവും ഇല്ല. നീ നല്ലതാവണമെന്നും നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തരാനും വേണ്ടി അവർ ഉണ്ടാക്കി വെച്ച സാധനമല്ലേ. എന്നിട്ട് നീ അവർ വിചാരിച്ചതുപോലെ അവരുടെ ആഗ്രഹം നീ സാധിച്ചു കൊടുത്തോ? അതും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്കിത് നമ്മുടേതൊന്നും പറയാനുള്ള അവകാശം ഇല്ല. അതുകൊണ്ട് നീ അച്ഛനും അമ്മയ്ക്കും ഇത് തിരിച്ചു കൊടുത്തേക്കണം കേട്ടോ. ബിസിനസ്സൊക്കെ തുടങ്ങാനുള്ള പൈസ നമുക്ക് രണ്ടു പേർക്കുമായിട്ട് ഉണ്ടാക്കാം. നിനക്കുണ്ടാക്കിയാലും ഞാനുണ്ടാക്കിയാലും നമ്മുടേത് തന്നെ ആവുള്ളൂ, അല്ലാതെ ഇത് വെച്ചായി നമ്മുടേതാവില്ല. അതുകൊണ്ട് നീ കൃഷ്ണമംഗലത്ത് പോകണം, പോയിട്ട് അവിടെ കൊണ്ട് കൊടുക്കണം. ഇനിയൊരു പക്ഷേ അച്ഛനും അമ്മയും അത് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ ആ നടയിൽ വച്ചിട്ട് വരണം, എടുക്കരുത്. പറഞ്ഞ മനസ്സിലായല്ലോ മിത്രേ? ആര്യ, ഞാൻ പറയുന്നത് നീ കേൾക്കണം, മനസ്സിലായോ? ആ ശരി, എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ ചെയ്തേക്കാം. ഒരു കാര്യം ചെയ്യും, നീ വണ്ടിയിലേക്ക് കയറ്. ഇത്രയും സ്വർണ്ണം ഇരിക്കുകയല്ലേ, ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോവാം. അത് വേണ്ട, ആരെയും തിരക്കുള്ളല്ലേ, പൊക്കോ, ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് പൊക്കോളാം. ആ എന്നാൽ പിന്നെ അങ്ങനെ സൂക്ഷിച്ചു പോണേ. പക്ഷേ മിത്രയാണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാലേ ആലോചിക്കുകയാണ്. ഈ പൈസ അല്ല ഈ സ്വർണ്ണം ഇനിയിപ്പോൾ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അച്ഛനും അമ്മയും എനിക്ക് തന്നതല്ലേ, അത് നമുക്ക് തന്നെ അത് ഉപകാരപ്പെടണം. ഇത് എൻ്റെ വകയാണ്. അതുകൊണ്ട് ആര്യൻ എത്ര നാളായിട്ട് ഈ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഒരു ട്രാവൽസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ലോണിന് വേണ്ടി അപേക്ഷിക്കാൻ പോയപ്പോഴും കയ്യിൽ വേറെ എന്തെങ്കിലും ഈട് കൊടുക്കാനായിട്ട് സ്വർണ്ണം ഉണ്ടോ, വസ്തു ഉണ്ടോ എന്നൊക്കെയാണല്ലോ ബാങ്കിൽ നിന്നൊക്കെ ചോദിച്ചത്. ഇപ്പോൾ എന്തായാലും സ്വർണ്ണം കയ്യിൽ വന്ന സ്ഥിതിക്ക് അങ്ങനെ ഏതെങ്കിലും വഴിയിൽ നോക്കാമെന്ന് പറഞ്ഞ് മിത്ര അവിടെ നിന്ന് നേരെ മീനാക്ഷിയുടെ ഓഫീസിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ പോവാണ്. ഈ സമയത്ത് നമ്മുടെ ധർമ്മനാകെ ഒരു സംശയമായി. അച്യുതൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയണം. അങ്ങനെ ഇവിടെ നമ്മളെ അനുമോളെയും അതുപോലെ അലോകിനെയൊക്കെ വാച്ച് ചെയ്യാനുണ്ടല്ലോ, ഇവരുടെ പരസ്പര സ്നേഹം, ഇവരുടെ സംസാരമൊക്കെ. അത് കഴിഞ്ഞ് പതിയെ അനുമോൾ അങ്ങോട്ട് വരുമ്പം ചോദിക്കുകയാണ്, അനുമോളെ നിനക്ക് സന്തോഷമാണോ? ആ സന്തോഷമാണ്. ഇവിടുത്തെ ജീവിതം ഭയങ്കര സന്തോഷമാണോ അലോകിനോടൊപ്പം ഉള്ള? അതേന്നേ, നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അല്ലെങ്കിലും ഇപ്പോൾ മാമൻ കൂടെ ഇങ്ങോട്ട് വന്നില്ലേ, അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. മാമ ഇങ്ങോട്ട് വന്നത് സന്തോഷമായിരുന്നേ. ചെറിയൊരു വിഷമമുണ്ട് വന്നതിൻ്റെ ആ ഒരു കാരണം ആലോചിക്കുമ്പോൾ. പക്ഷേ എന്നാലും മാമനും കൂടെ നമ്മളോട് ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് സന്തോഷം. അലോകിൻ്റെ കൂടെയുള്ള ജീവിതവും സന്തോഷമാണ്. സത്യമാണോ മോളെ ഈ പറയുന്നത്? അതെ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നേ. അപ്പോൾ അലോക അങ്ങോട്ട് വരും കേട്ടോ. അലോകെ ഒന്നിങ്ങോട്ട് വന്നേ. ദേ മാമൻ്റെ ഒരു സംശയം, നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണോന്ന്. അയ്യോ സംശയമല്ല മോളെ, ഞാൻ വെറുതെ ചോദിച്ചതാ. ദേ ഇങ്ങോട്ട് വന്നേ അലോകെ എന്ന് പറഞ്ഞാൽ കൈ എടുത്തതിനെ കക്ഷത്തിൻ്റെ ഇടയിൽ ചേർത്ത് വെച്ചിട്ട് പറയാം, കണ്ടോ നമ്മുടെ ഐക്യം കണ്ടോ, നമ്മൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്. പിന്നെ മോളെ അതല്ല ഞാൻ ആലോചിച്ചതേ, സ്നേഹത്തിലാണെങ്കിൽ നീ എന്തിനാ സാമ്പാർ? ഓ സാമ്പാറല്ലേ, സാമ്പാർ എന്തിനാണ് തലയിൽ കൂടെ ഒഴിച്ചതെന്നല്ലേ? അതെ, അത് ഞാൻ എങ്ങനെ പറയാം മാമനോട്, എനിക്ക് നാണാവുന്നുണ്ട്. അത് അന്ന് ആദ്യത്തെ ദിവസം അല്ലായിരുന്നോ, ഞാൻ ഇഡലിയും സാമ്പാറും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അലോകിനെ. പെട്ടെന്ന് സാമ്പാർ ഒഴിക്കാൻ പോയത് അലോക് സ്നേഹത്തോടു കൂടി ഒരു കുറുമ്പ് കാണിച്ചതാ, എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അങ്ങനെയാണ് ആ തട്ടിമറിഞ്ഞ് വീണത് കേട്ടോ. ഓ അങ്ങനെയായിരുന്നല്ലേ? അതെ, അല്ലെങ്കിൽ അലോക് പറയട്ടെ. ആ അതെ അങ്ങനെ ആയിരുന്നു കൊച്ചച്ച. ഓ അപ്പോഴത്തേക്ക് ഇന്ദിരാമ്മ അങ്ങോട്ട് വരും കേട്ടോ, മുത്തശ്ശി നമ്മുടെ അനുമോളുടെ. അപ്പോഴത്തേക്കും ധർമ്മം അങ്ങ് ചമ്മി നിൽക്കുകയാണ്. ചോദിച്ചും പോയില്ലേ. ആ മുത്തശ്ശി ഒന്നിങ്ങോട്ട് വന്നേ. ദേ ഈ ധർമ്മൻ മാവന് ഭയങ്കര സംശയം. എൻ്റെ പൊന്ന അനുമോളെ എനിക്ക് സംശയമൊന്നുമില്ല, നീ അങ്ങ് വിട്ടേരെ പോട്ടെ. നിൽക്കി പോവാൻ വരട്ടെ, ഇത് മുഴുവനും കേട്ടിട്ട് പോയാൽ മതി. അതേ ഇവിടെ ധർമ്മൻ മാമൻ ചോദിക്കുന്നുണ്ട് നമ്മൾ വലിയ സ്നേഹത്തിലാണോ എന്ന്. ഇതിൻ്റെ മറുപടി മുത്തശ്ശി തന്നെ പറ. എടാ നീ എന്ത് വിചാരിച്ചിട്ടാ, ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം കേട്ടോ അവർ. കണ്ടോ ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ശരി, പിന്നെ അലോകെ നിൻ്റെ മുഖം എന്താടാ വാടിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അലോക് പറയാം, പെട്ടെന്ന് നമ്മൾ അനുമോള് പറയാം, അതെന്താണെന്നറിയോ, ഇത് വിഷമത്തിലുള്ള മുഖഭാവമല്ല, ഇത് ദേഷ്യമാണ്. ദേഷ്യം? രാവിലെ എന്നോട് സിനിമയ്ക്ക് പോരാൻ പറഞ്ഞു, ഞാനൊന്ന് മടിച്ചു. സിനിമ കാണാൻ പോകുന്നില്ല ഞാനും പറഞ്ഞു, അലോകിന് സിനിമ കാണാൻ എന്നെ കൊണ്ട് പോകണം, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യ. അതെന്താ മോളെ, നിങ്ങൾക്ക് പോയി സിനിമയൊക്കെ കണ്ടൂടെ? ഓ നിങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് നടക്കേണ്ട പ്രായമല്ലേ എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ അലോക് വീണ്ടും പെട്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അനുമോളെയും കൊണ്ട് സിനിമയ്ക്ക് പോകണമല്ലോ. എന്നാലും അത് കഴിഞ്ഞിട്ട് ധർമ്മൻ മനസ്സിലാലോചിക്കാൻ, ശേ വളരെ മോശമായിപ്പോൾ, ഈ അച്ചോട്ട് എന്തുദ്ദേശത്തിലാണ് എന്നോട് പറഞ്ഞത്, ഇവർ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലയെന്ന്. ഇപ്പം എന്ത് സ്നേഹത്തിലാണ് അവർ, വെറുതെ തോന്നലുകൾ ഓരോ. അപ്പോൾ ഉടനെ അമ്മ പറയാണ്, എടാ ധർമ്മ, പിന്നെ ഞാൻ ഗോമതിയെ കണ്ടു, സംസാരിച്ചിരുന്നു, അവൾക്ക് നല്ല വിഷമമുണ്ട് അമ്മേ. ആ കാര്യങ്ങൾ അമ്മ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞേക്കരുത്, അതവിടെ കഴിഞ്ഞു. എടാ നീ അതൊന്നും മനസ്സിലാക്ക്, അമ്മയോടാ ഞാൻ പറഞ്ഞത്, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കരുതെന്ന് എന്ന് പറഞ്ഞ് ധർമ്മൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. മിത്ര നേരെ മീനാക്ഷിയുടെ അടുത്തേക്കാണല്ലോ പോയത്. മീനാക്ഷി
ഇത്രയും കാണുമ്പോൾ അത്ഭുതപ്പെടുവാണ്. എന്താ മോളെ ഇതുവഴിയൊക്കെ നീ അങ്ങനെ വരാറില്ലല്ലോ? ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ. ചുമ്മാ പറയല്ലേ, ഇതിനടുത്ത് എന്തോ ആവശ്യത്തിന് വന്നപ്പോൾ കയറിയതല്ലേ? അല്ല മീനാക്ഷി, ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ. എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായം? അങ്ങനെ ബാഗ് തുറന്ന് സ്വർണ്ണമെല്ലാം എടുത്ത് കാണിക്കുമ്പോൾ മീനാക്ഷി അങ്ങ് അന്തം വിട്ട് പോവാണ് കേട്ടോ. ഇതെന്താടി? ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗുരുവായൂർ വെച്ച് കല്യാണം കഴിഞ്ഞ സമയത്ത് അന്ന് എൻ്റെ കയ്യിൽ നിന്ന് മിഥുൻ അടിച്ചുകൊണ്ട് പോയില്ലേ കുറച്ച് സ്വർണം, അതിൻ്റെ ഏകദേശമൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവനെ ഏതോ ഒരു റെയ്ഡിൽ ഇപ്പോൾ പിടിച്ചു പോലീസ്. അവിടെ നിന്ന് ഇത് കണ്ടെടുത്തു അവർ. അങ്ങനെ ഞങ്ങളെ വിളിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക്. ഇത് ഞങ്ങളെ തിരിച്ച് ഏൽപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനിപ്പോൾ എന്താ? അതല്ല, ഇപ്പം ആര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആഭരണം നമുക്ക് അവകാശപ്പെട്ടതല്ല. ഇത് തിരിച്ച് കൃഷ്ണമംഗലത്ത് എൻ്റെ അച്ഛനെ അമ്മയെ ഏൽപ്പിക്കണമെന്നാ. അതിനോട് എനിക്ക് താല്പര്യമില്ല. അതെന്താ മോൾ അങ്ങനെ? അതെങ്ങനെയാണ് ചേച്ചി? എനിക്ക് അവർ തന്നത് തന്നെയാണ്. അപ്പോൾ ഇത് എൻ്റെതും കൂടെ അവകാശപ്പെട്ടതല്ലേ? പക്ഷേ ഞാൻ പറഞ്ഞു ഇത് ഇപ്പോൾ പണയം വെച്ചോ എന്തെങ്കിലും ചെയ്യാമെന്ന്. എന്തിനാ ഇപ്പം പണയം വെക്കുന്നത്? അല്ല, കുറേ നാളായിട്ട് ആര്യൻ്റെ ഒരു ആഗ്രഹമല്ലേ ഒരു ബിസിനസ് തുടങ്ങണമെന്ന്, ട്രാവൽസ്. അതിന് വേണ്ടി പണമില്ല, പിന്നെ എന്തെങ്കിലും ഈട് വെക്കാനായിട്ട് ലോണും കിട്ടില്ല. എപ്പോഴാണ് ദൈവമായിട്ട് ഇത് നമ്മുടെ കയ്യിൽ എത്തിച്ചത്. അപ്പോൾ ഇത് നമുക്ക് ലോൺ പണയം വെക്കുക എന്തെങ്കിലും ചെയ്ത് കാശ് കിട്ടിക്കഴിഞ്ഞാൽ ട്രാവൽസ് തുടങ്ങാമല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ആര്യം പറയണം ഇത് വേണ്ടാന്ന്. പക്ഷേ ഞാനതങ്ങ് തീരുമാനിച്ചു. ഇതെന്തായാലും പണയം വെക്കണം. പണയം വെച്ചിട്ട് പൈസ വാങ്ങി ആര്യന് കൊടുക്കണം. ഇനിയും ആര്യൻ ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കണമെന്ന്, ഡിപ്രഷൻ അടിച്ച് നടക്കണമെന്ന് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയണ? ചേച്ചി, അല്ല മിത്രേ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ആര്യൻ വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് നീ ഇത് പണയം വെച്ച് കൊണ്ട് കൊടുത്താലേ ആകെ പ്രശ്നമാവും മോളെ. അതിന് ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ ആര് കൊടുക്കും? ചേച്ചി കൊടുക്കണം. ഞാനോ? അതെ, ചേച്ചിയോട് ഒരിക്കൽ ചേച്ചി പറഞ്ഞില്ലേ PF നിന്ന് ലോൺ എടുത്ത് 10 ലക്ഷം രൂപ ആര്യന് കൊടുക്കാമെന്ന്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അന്ന് ആര്യൻ അത് നിരസിച്ചു. ഇനിയും ഞാൻ പണവും കൊണ്ട് ചെന്നാൽ അവനത് നാണക്കേടല്ലേ? ഒരു നാണക്കേടും ഇല്ല. ചേച്ചി ഇത് പണയം വെച്ചിട്ട് പണയം വെച്ച് ഞാൻ പൈസ ചേച്ചിക്ക് തരാം. ഈ പൈസ ചേച്ചി PF നിന്ന് എടുത്താന്നും പറഞ്ഞ് കൊണ്ട് കൊടുത്താൽ മാത്രം മതി. മോളെ, ഇത് വലിയൊരു കുരുക്കാവും. നീ ഇങ്ങനെ പോയി ചാടരുത്. അല്ലാതെ വേറെ വഴിയില്ല. ഞാൻ എന്തായാലും മുന്നോട്ട് വെച്ച കാലിനി പിന്നോട്ട് വെക്കില്ല. എന്താന്ന് വെച്ചാൽ ശരി, ചേച്ചി എന്നെ സഹായിക്കില്ലേ? ഞാനല്ലാതെ പിന്നെ ആരടി നിനക്കുള്ളത് എന്നും പറഞ്ഞ് മീനാക്ഷി മിത്രയെ ആശ്വസിപ്പിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിനാൻസിൽ കൊണ്ടത് പണയം വെക്കാമെന്ന് പറഞ്ഞ് മിത്ര എണീക്കുകയാണ്. അന്നേരം തന്നെ മീനാക്ഷി പറയാം, മോളെ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. അതിനിപ്പോൾ എന്താ ചേച്ചി, ഞാൻ പോയിട്ട് വരാം. ഇത്രയും സ്വർണ്ണം കയ്യിൽ വെച്ചിട്ട് നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടാനോ? നമുക്ക് ഒരുമിച്ച് തന്നെ പോയാൽ മതി എന്നും പറഞ്ഞ് അവർ പോകാൻ ഇറങ്ങുമ്പോൾ വീണ മാഡത്തിൻ്റെ കോൾ വരുവാണ്. അയ്യോ, എന്തോ ഒരു അത്യാവശ്യ വർക്കോ കാര്യമോ ഉള്ളത് കാരണം മീനാക്ഷിക്ക് അപ്പോഴിറങ്ങാൻ പറ്റിയില്ല. അത് കാരണം മിത്ര ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ. മിത്രയ്ക്ക് ഒരുപാട് ഉപദേശം കൊടുത്തിട്ടാണ് വിടുന്നത്. ഇത്രയും സ്വർണ്ണം ഇരിക്കുകയാണ്, സൂക്ഷിച്ചു കൊണ്ടുപോകണം, നഷ്ടപ്പെടാൻ പാടില്ല എന്നൊക്കെ. അങ്ങനെ മിത്ര നേരെ ആ ഫൈനാൻസിലേക്ക് പോവാട്ടോ. അവിടെ ചെല്ലുമ്പോൾ എനിക്കിങ്ങനെ പണയം വെക്കാനുണ്ട്, 25 പവനോളം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ലേഡി പറയാം, ഞാൻ അകത്ത് പോയി സ്വർണ്ണം ഇങ്ങനെ തന്നോളൂ, ഞാൻ ചെക്ക് ചെയ്തിട്ടൊക്കെ വരാം, എത്ര പവൻ തൂക്കമുണ്ട്, മാറ്റെത്രയുണ്ട് എല്ലാം നോക്കി കൃത്യമായിട്ടുള്ള പൈസ നോക്കി വരാമെന്ന് പറയാടാ. 10 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അകത്തേക്ക് ചെല്ലണം. അപ്പോൾ ഒരു ഫോം കൊണ്ട് കൊടുക്കുമ്പോൾ മിത്ര അത് ഫില്ല് ചെയ്യാട്ടോ. പക്ഷേ അകത്ത് നമ്മുടെ അച്യുതൻ ഇരിപ്പുണ്ട്, ആ ഫൈനാൻസിൻ്റെ മെയിൻ മാനേജറുമായിട്ട് സംസാരിച്ചുകൊണ്ട്. ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ അച്യുതൻ മിത്രയെ കാണും കേട്ടോ. മിത്ര അവിടെ ഫോമൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ലേഡി ഈ സ്വർണവും കൊണ്ട് അകത്തേക്ക് കയറി വരുന്നത് മാനേജറുടെ അടുത്തേക്ക്. അന്നേരം പെട്ടെന്ന് തന്നെ അച്യുതൻ ചോദിക്കുന്നുണ്ട്, അതെ, ആ ഇരിക്കുന്ന പെൺകുട്ടി ആരാ? അവിടെ ഇരിക്കുന്ന ഫോം എഴുതിക്കൊണ്ടിരിക്കുന്നില്ലേ, അത് മിത്ര എന്നാണ് അതിൻ്റെ പേര്. ആ കൊച്ച് കുറച്ച് സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട് പണയം വെക്കാൻ. ആണോ? എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ആ ലേഡി ഇയാളെ അച്യുതൻ പറയുന്നുണ്ട്, അതിങ്ങോട്ട് എടുക്ക്, ഞാൻ നോക്കട്ടെ എന്ന്. അങ്ങനെ അങ്ങേരുടെ മുന്നിൽ ഈ സ്വർണം തുറന്ന് കാണിക്കട്ടോ. നോക്കുമ്പോൾ അവരുടെ സ്വർണം തന്നെയല്ലേ അന്ന് മിത്രയ്ക്ക് വേണ്ടി കല്യാണത്തിന് ഒരുക്കി വെച്ചിരുന്ന അതേ സ്വർണം. ആ കാര്യങ്ങളൊക്കെ അച്യുതൻ ഓർത്തെടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ മാനേജറോട് പറയാം, ഈ സ്വർണം എൻ്റേതാ. നിങ്ങളുടേതോ? അതെ, എൻ്റെ ഏട്ടൻ്റെ സ്വർണ്ണമാണ്, എൻ്റെ ഏട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണം. അത് ശരി, അപ്പോൾ ഇവളുടെ കയ്യിൽ ഇങ്ങനെ വന്നു? അതൊക്കെ വേറെ കഥയാണത്. എങ്ങാലും ഇത് കറങ്ങി തിരിഞ്ഞ അവസാനം എൻ്റെ കയ്യിൽ തന്നെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കണ്ടോ, സ്വർണ്ണമെന്ന് പറയണത് മഹാലക്ഷ്മിയാണെന്നും ഭാഗ്യമാണെന്നും പറയണത് ഇതാണ് എന്നിങ്ങനെ അച്യുതൻ പറയാം. മാനേജർ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പോലീസിനെ അറിയിച്ചാലോ? അയാൾ വിചാരിക്കുന്നുണ്ട് മോഷ്ടിച്ച സ്വർണ്ണമാണെന്ന് വിചാരിച്ചിട്ടാ. വേണ്ട, ഇപ്പോൾ പോലീസിനെ ഒന്നും വിളിക്കണ്ട, തൽക്കാലം അവർക്ക് ക്യാഷ് കൊടുക്കണ്ടെന്ന് പറയാം. അയ്യോ, സ്വർണ്ണം വാങ്ങിച്ചിട്ട് എങ്ങനെ ക്യാഷ് കൊടുക്കാതിരിക്കുക?
വേറൊന്നും പറയണ്ട, നിങ്ങൾ ഈ സ്വർണ്ണം ഇവിടെ വാങ്ങിച്ച് വെക്ക്. എന്നിട്ട് അവളെ പറഞ്ഞു വിട്. അവളോട് പറ ഇപ്പം ഫണ്ടില്ല, പോയിട്ട് വൈകിട്ട് വരാൻ പറ. ബാക്കി കാര്യമൊക്കെ ഞാൻ പറയുന്ന വഴിക്ക് അങ്ങ് പോയാൽ മതി. അതെയോ? എന്നാൽ പിന്നെ അങ്ങനെ ചെന്ന് പറ. അങ്ങനെ മിത്രയോട് ഈ കുട്ടി പോയി പറയാണ്, മാഡം സ്വർണ്ണമെല്ലാം ഓക്കെയാണ്, 25 പവനും ഉണ്ട്, എല്ലാം കറക്റ്റാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഈ 10 ലക്ഷം രൂപ ഇപ്പം ഇവിടെ ഞങ്ങൾക്ക് തരാനില്ല. നിങ്ങൾ പിന്നീട് കുറച്ച് സമയം നമുക്ക് ഫണ്ട് വരാനുണ്ട്, വൈകിട്ട് വരണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ കിട്ടണമെന്ന് വെച്ചിട്ടല്ലേ നിങ്ങളിത് പിന്നെ ആദ്യമേ എന്താ പറയാത്തത്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ വൈകിട്ട് വരുമ്പോൾ വെച്ചോളാം, സ്വർണ്ണം ഇങ്ങനെ തന്നേര്. മാഡം അങ്ങനെ സ്വർണ്ണം കൊണ്ടുപോകാൻ പറ്റില്ല, കൊണ്ടുപോകരുത്. അതെന്താ അങ്ങനെ? ഇവിടെ ഇപ്പോൾ തൂക്കമൊക്കെ നോക്കി കൃത്യമായില്ലേ? അപ്പോൾ നമ്മളിവിടുത്തെ രേഖകളിലെല്ലാം അത് ആക്കി കഴിഞ്ഞു. പൈസയുടെ ഒരു അല്പ കുറവുള്ളതുകൊണ്ടാണ് പൈസ തരാൻ ഡിലേ ആവുന്നത്. നിങ്ങളിത് തിരിച്ചു കൊണ്ടുപോയി നമ്മുടെ ഫേമിന് തന്നെ അത് മോശമാവും. പിന്നെ മെയിൻ ഹെഡിൽ നിന്ന് അവരൊക്കെ വിളിച്ച് ഞങ്ങളെ വഴക്ക് പറയുകയും ചെയ്യും. വെറുതെ അങ്ങനെ വിശ്വസിക്കാം, നിങ്ങൾ പേടിക്കണ്ട, ധൈര്യമായിട്ട് പൊക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരു റെസീറ്റ് കൊടുക്കുക കേട്ടോ. അതിനകത്ത് അപ്പം ഇത്ര ചോദിക്കുന്നുണ്ട്, ഈ റെസീറ്റിനകത്ത് തൂക്കവും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, എമൗണ്ടും തൂക്കവും 25 പവനാണെന്നുള്ളത് എല്ലാം എഴുതിയിട്ടുണ്ട്. മാഡം ഈ റെസീറ്റും കൊണ്ട് വൈകിട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് മിത്ര അവിടുന്ന് പറഞ്ഞയക്കുക കേട്ടോ. പാവം മിത്ര അറിയണില്ലല്ലോ അകത്തിങ്ങനെ കൊച്ചിച്ചൻ ഇരിക്കുകയാണെന്നുള്ള കാര്യം. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്